ഹലോ ഫ്രണ്ട്സ് വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് പ്ലസ് ടു മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെട്രിസസിലെ മിസ്സലേനിയസ് എക്സസൈസ് ആണ്. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള 4 എക്സസൈസും നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ലെറ്റ് എ ഈസ് ഈക്വൽ ടു 0 1 0 0 ഒരു 2x2 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് ai plus ba to the power n is equal to a raised to n into I plus n into a raised to n minus 1 into b into a, where I is the identity matrix of order 2 and n belongs to n. അപ്പോൾ എന്താണ്, n ഒരു നാച്ചുറൽ നമ്പറാണ്, തന്നിട്ടുള്ള i എന്ന് പറയുന്നത് ഒരു 2x2 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ദെൻ അപ്പോൾ നമ്മളോട് കാണിക്കാൻ പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. a into I plus b into a to the whole raised to n is equal to a raised to n into I plus n into a raised to n minus 1 into b into a എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കെന്താണ് ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തൊട്ടാണ്, എ ഐ പ്ലസ് ബി എ ടു ദ പവർ എൻ ഇസ് ഈക്വൽ ടു എ ഐ പ്ലസ് എ റേസ് ടു എൻ ഇൻറ്റു ഐ പ്ലസ് എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ബി ഇൻറ്റു എ, where n belongs to capital N and a is equal to 0 1 0 0. ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കെന്താണ് ഇത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ പ്ലസ് 1 മുൻപൊക്കെ പഠിക്കാനുണ്ടായിരുന്നു സിലബസ്, അത് ഒഴിവാക്കിയെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, അറിയില്ല. അപ്പോൾ നമുക്കെന്താണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ചെയ്യുന്നത് അറിയില്ല എന്നുണ്ടെങ്കിൽ പറയാം. നമ്മളെന്താണ് തന്നിട്ടുള്ള ഇതിപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യുക, അതിനകത്ത് n ഈക്വൽ ടു 1 എന്താണ് ട്രൂ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഈ കണ്ടീഷൻ തന്നിട്ടുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കും. ദെൻ പി ഓഫ് കെ എന്താണ് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. എന്നിട്ട് കെ പ്ലസ് 1 ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ട്രൂ ആണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ ഓൾ എന്നിന് എന്താണ് ഈ ഒരു തന്നിട്ടുള്ള കണ്ടീഷൻ ട്രൂ ആണെന്ന്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ പി ഓഫ് എൻ ഈക്വൽ ടു 1 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ്, എ ഐ പ്ലസ് ബി ഇൻറ്റു എ ദ ഹോൾ റേസ് ടു എൻ എന്നുള്ളിടത്ത് 1 ഇട്ട് കൊടുക്കുക ഇസ് ഈക്വൽ ടു ഇവിടെ എ റേസ് ടു എൻ ആണ്, അവിടെ 1 ഇട്ട് കൊടുത്തു. അപ്പോൾ എ റേസ് ടു 1 എന്താണ് എ ആണ്, പ്ലസ് ഇനി എൻ ഇൻറ്റു എൻ എന്ന് പറയുമ്പോൾ 1 ആണ്, അപ്പോൾ അത് ഇടണ്ട. ഇനി എ റേസ് ടു എൻ മൈനസ് 1, അപ്പോൾ 1 മൈനസ് 1 0 ആണ്. സോ എന്താണ് എ റേസ് ടു 0 എന്താണ് 1 ആണ്. ദെൻ ബി ഇൻറ്റു എ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ് എ ഐ പ്ലസ് ബി എ ഇസ് ഈക്വൽ ടു എ ഐ പ്ലസ് ബി എ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ തന്നിട്ടുള്ള ഈ ഒരു കാര്യം എന്താണ്, ഈ തന്നിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ഫോർ എൻ ഈക്വൽ ടു 1, അതായത് 1 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറിന് ഇത് ട്രൂ ആണ്. അത് നമ്മൾ അവിടെ എഴുതി വെക്കുക. given equation is true for n equal to 1 എന്ന് ജസ്റ്റ് എഴുതി വെക്കുക. ദെൻ എന്താണ് assume that true for n equal to k. എന്നിട്ട് എന്താണ് p of n equal to k എന്താണെന്ന് നോക്കുക. അപ്പോൾ എന്താ വരിക, എ ഐ പ്ലസ് ബി എ ടു ദ പവർ ഓൾ റേസ് ടു എൻ, എന്നിന് പകരം നമ്മൾ k എഴുതി കൊടുക്കുക ഈസ് ഈക്വൽ ടു എ റേസ് ടു k ഇൻറ്റു ഐ പ്ലസ് k into a raised to k minus 1 into b into a. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, നമ്മുടെ പി ഓഫ് കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെന്താണ് ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഇനി നമുക്ക് എന്താണ് കെ പ്ലസ് 1 നോക്കാം. എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ പി ഓഫ് n equal to k plus 1 implies എന്താവും ai plus ba the whole to the power k plus 1 is equal to a raised to k plus 1 into I plus k into a raised to k എന്താണ് k plus 1 minus 1. അപ്പോൾ എന്ത് വരും, ആ മൈനസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് a raised to k എന്ന് വരും ഇൻറ്റു ബി എ. ഇതാണ് നമുക്കെന്ത് എ റേസ് ടു കെ പ്ലസ് 1 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എൽ എച്ച് എസ് പാർട്ടിൽ ഹോൾ ടു ദ പവർ കെ പ്ലസ് 1 ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക്
ഇങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ എന്ത് RHS. അതങ്ങനെ തന്നെ നിർത്തുക. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് മായ്ച്ചു കളയുന്നുണ്ട്, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്, ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. നമുക്കെന്താണ് ഈ LHSനെ ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് എന്താണ് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, AI പ്ലസ് BA ടു ദ പവർ K ഇൻറ്റു AI പ്ലസ് BA എന്ന് എഴുതി കൊടുക്കുക. ഇനി AI പ്ലസ് BA ടു ദ പവർ K, അതായത് P ഓഫ് N നമ്മൾ എന്താണ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ RHS പാർട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഇതിനെ എക്സ്പാൻഡ് ചെയ്യണതിന് പകരമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ AI പ്ലസ് BA ഇൻറ്റു എന്താണ് P ഓഫ് Kക്ക് വന്നത്. ഇനി എന്താണ് ഇവിടെ നമ്മൾ AI പ്ലസ് B, അതായത് P ഓഫ് K ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരിക, A⁻KI പ്ലസ് K ഇൻറ്റു A⁻K-1 BA ഈസ് ഈക്വൽ ടു ഇതെന്താ വരിക, AI ഇൻറ്റു A⁻K ഇൻറ്റു I. അപ്പോൾ I കോമൺ ആണ് അല്ലേ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ A⁻1 ഉണ്ട്, ഇവിടെ A⁻K ഉണ്ട്. അപ്പോൾ A⁻K+1 കിട്ടി. പിന്നെ എന്താണ് I ഇൻറ്റു I ചെയ്ത് എന്താ കിട്ടുക, I² കിട്ടുക. അപ്പോൾ ഐഡൻറ്റി മെട്രിക്സ് ഇൻറ്റു ഐഡൻറ്റി മെട്രിക്സ് എന്താണ്, ആ ഒരു ഐഡൻറ്റി മെട്രിക്സ് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്താണ് നമുക്ക് അതിനെ I എന്ന് തന്നെ എഴുതാം. പ്ലസ് ഇനി BA ഇൻറ്റു A⁻K ഇൻറ്റു I. ഇപ്പോൾ A ഇൻറ്റു I എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു മെട്രിക്സ് ഇൻറ്റു ഐഡൻറ്റി മെട്രിക്സ് ചെയ്താൽ നമുക്ക് അതേ മെട്രിക്സ് കിട്ടും. അപ്പോൾ നമ്മൾ എന്താണ് തൽക്കാലം I മായ്ച്ച് കളയാണ്. അതിന് ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്യണതിന് താഴെ സ്റ്റെപ്പ് ചെയ്തതിന് പകരം ഇങ്ങനെ ചെയ്ത് പോവുകയാണ്. ഇനി അടുത്തത് ഇവിടെ എന്താണ് ഒരു A⁻1 I കിടക്കുന്നുണ്ട്, ഇവിടെ K ഇൻറ്റു A⁻K-1 കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ Aയും ഇവിടെ എന്താണ് A⁻K-1 എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അത് ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് എന്താ K ഇൻറ്റു ഇവിടുത്തെ A⁻1ഉം A⁻K-1 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A⁻K എന്നാവും. പിന്നെന്താണ് I ഉണ്ട്, B ഉണ്ട്, B വെറുതെ എഴുതിയാൽ മതി. പിന്നെ then A ഇൻറ്റു I ആണ്, അപ്പോൾ അതിനെ നമുക്ക് A എന്ന് തന്നെ എഴുതാം. പിന്നെന്താണ് പ്ലസ് അടുത്ത ആരാണ്, B ഇൻറ്റു A ഇൻറ്റു K ഇൻറ്റു A⁻K-1 ഇൻറ്റു B ഇൻറ്റു A. അപ്പോൾ എന്താ വരിക, അതിനകത്ത് K B², പിന്നെ എന്താണ് സ്ഥലമില്ലല്ലേ, അവിടുത്തെ ആ ഒരു പോർഷൻ ഞാനിവിടെ എഴുതുകയാണ്. എന്തുട്ടാണ് B² വരും, പിന്നെ A ഇൻറ്റു A² വരും, പിന്നെ ആരാ വരിക, K ഇൻറ്റു A⁻K-1 വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ A² കണ്ടുപിടിക്കണം. പിന്നൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ A² ഈസ് ഈക്വൽ ടു എന്തെന്നാ 0 1 0 1 0 0 ഇൻറ്റു 0 1 0 0 ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 എങ്ങനെയാണ് 0 ഇൻറ്റു 0 0 വരും, പ്ലസ് 1 ഇൻറ്റു 0 എന്ത് വരിക 0 വരും. അടുത്തത് 0 ഇൻറ്റു 0 0 വരും, 0 ഇൻറ്റു ഈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 0 എന്ന് വരും. അടുത്ത എലമെൻറ്റ് 0 ഇൻറ്റു 1 0 വരും, പ്ലസ് 1 ഇൻറ്റു 0 അതും 0 വരും, ദെൻ 0 ഇൻറ്റു 1 0 എന്ന് വരും, പ്ലസ് ഈ 0 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ അതും 0. അപ്പോൾ നമുക്ക് എന്താണ് A² എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് എന്താണ് ഇപ്പോൾ തന്നെ ആ ഒരു ടേം ക്യാൻസൽ ചെയ്ത് കളയാം, കാരണം അത് അവിടെ നിന്നിട്ട് കാര്യമില്ല. അടുത്ത സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ തന്നെ നമ്മളത് ഇറേസ് ചെയ്ത് കളയുക, അത്രേ ഉള്ളൂ. ഇനി അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അതിനൊന്ന് വൃത്തിക്ക് ഒന്ന് എഴുതാം. അപ്പോൾ എന്താ വന്നിട്ടുള്ളത്, A ഇൻറ്റു K+1, പിന്നെ ആരാണ്, അതായത് നമ്മളിപ്പോൾ LHS പാർട്ടാണ് എഴുതുന്നത്. RHS നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവുന്നു. K+1 പിന്നെ വെറുതെ ഒരു I ഈസ് ഈക്വൽ ടു വെറുതെ ഒരു I അല്ല, ഇവിടെ Iക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ദെൻ എന്താണ് വരിക, B ഇൻറ്റു A പ്ലസ് BA A⁻K പ്ലസ് K ഇൻറ്റു A⁻K ഇൻറ്റു ഇവിടെ ഒരു K-1 ഉണ്ട്.
k മൈനസ് 1. ഇവിടെ k മൈനസ് 1 ഇല്ല. ഇത് നമ്മുടെ ഏത് ടൈം? ഇതിപ്പോൾ എന്താണ്? ഈ സാധനം ഇൻറ്റു ഈ സാധനം, അതായത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താണ് ഇത് സാധനം കിട്ടിയത്. പിന്നെ ബി എ ഇൻറ്റു എന്താണ് ഈ സാധനം ചെയ്താണ് ഈ കിടക്കുന്ന ടൈം അത്. ദെൻ അടുത്ത എന്താണ്? എ ഐ ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ k മൈനസ് 1 പോവും. k ഇൻറ്റു എ റൈസ് ടു k ഇൻറ്റു ബി ഇൻറ്റു എ ഇൻറ്റു ഐ എന്ന് വരും. അതിനെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ട് എഴുതാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ LHS കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ RHS ഇതും ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. നമ്മുടെ RHS എന്തായിരുന്നു? എന്തുട്ടാണ്? എ റൈസ് ടു k പ്ലസ് 1 ഇൻറ്റു ഐ പ്ലസ് k പ്ലസ് 1 ഇൻറ്റു എ റൈസ് ടു k ബി എ ആയിരുന്നു. ഇതിനെ നമുക്ക് ഈ സാധനത്തിന് നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. k ഇൻറ്റു എ റൈസ് ടു k ഇൻറ്റു ബി ഇൻറ്റു എ പ്ലസ് എന്താണ് എ റൈസ് ടു k ഇൻറ്റു ബി എ. അപ്പോൾ എന്താണ് ഈ സാധനം ഇത് അവിടെ കിടക്കുന്നുണ്ട്. ദെൻ ഇതെന്താണ്? k ഇൻറ്റു എ റൈസ് ടു k ഇൻറ്റു ബി ഇൻറ്റു എ. ഇതാണ് എ ഇൻറ്റു ഐ എന്നുള്ളത് എന്താണ്? നമുക്ക് എ എന്ന് എഴുതാം. അപ്പോൾ RHSഉം LHSഉം ഈക്വൽ ആയിട്ടുണ്ട്. ഹെൻസ് എന്താണ് തന്നിട്ടുള്ള ഈ ഒരു സാധനം എന്താണ്? ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇനി അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇഫ് എ ഈക്വൽ ടു ഒരു മെട്രിക്സ് എന്നിട്ട് ഒരു 3/3 മെട്രിക്സ് ആണ്, എല്ലാ എലമെൻറ്റും 1 ആണ്. പ്രൂവ് ദാറ്റ് a ടു ദ പവർ n ഈസ് ഈക്വൽ ടു, ഇതും ഒരു 3/3 മെട്രിക്സ് ആണ്, എല്ലാ എലമെൻറ്റും 3 ടു ദ പവർ n മൈനസ് 1 ആണ് തന്നിട്ടുള്ളത്. ഫോർ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. അപ്പോൾ എന്താണ്? ഇതും നമുക്ക് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഗിവൺ എന്താണ്? ഗിവൺ a ടു ദ പവർ n ഇസ് ഈക്വൽ ടു എന്താണ്? 3 ടു ദ പവർ n മൈനസ് 1 എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് ആണ്. എല്ലാ എലമെൻറ്റും അത് തന്നെയാണ്. ഞാൻ ഇവിടെ സ്ഥലത്തുകൊണ്ട് എഴുതുന്നില്ല. ഇനി എന്താണ്? ചെക്ക് എന്താണ് തന്നിട്ടുള്ളത്? n ഈക്വൽ ടു 1 ട്രൂ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എന്താ ചെയ്യുക? 3 റേസ് ടു 1 മൈനസ് 1, 3 റേസ് ടു 1 മൈനസ് 1, 3 റേസ് ടു 1 മൈനസ് 1, 3 റേസ് ടു 1 മൈനസ് 1. അടുത്ത എന്താണ്? 3 റേസ് ടു 1 മൈനസ് 1, 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 3 റേസ് ടു 1 മൈനസ് 1. അപ്പോൾ എന്താണ് വൃത്തിക്കൊക്കെ എഴുതിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് എന്താണ്? 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 ആവും. 3 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ എല്ലാ എലമെൻറ്റും സെയിം ഒരുപോലെയാണ്. അതുകൊണ്ട് എന്താണ്? എല്ലാ എലമെൻറ്റും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ a റേസ് ടു 1 ഈസ് ഈക്വൽ ടു 1 1 1 1 1 1 1 1 1. ഇതാണ് നമ്മുടെ a. അപ്പോൾ എന്താണ്? ഇത് ട്രൂ ഫോർ n ഈക്വൽ ടു 1. അപ്പോൾ n ഈക്വൽ ടു 1 ഇത് ട്രൂ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ അസ്യൂം ചെയ്യുക? ഇതെന്താണ്? ട്രൂ ഫോർ n ഈക്വൽ ടു k. അപ്പോൾ p ഓഫ് n ഇസ് ഈക്വൽ ടു k ഇസ് ഈക്വൽ ടു a റേസ് ടു k ഇസ് ഈക്വൽ ടു 3 റേസ് ടു k മൈനസ് 1, 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 3 റേസ് ടു k മൈനസ് 1. ഇനി എന്താണ്? k പ്ലസ് 1 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എന്താണ്? p ഓഫ് n ഈക്വൽ ടു k പ്ലസ് 1 എന്ന് എഴുതി കൊടുക്കുക. ഇസ് ഈക്വൽ ടു a റേസ് ടു k പ്ലസ് 1. അതിനിപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. a റേസ് ടു k ഇൻറ്റു a ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് a റേസ് ടു k എന്ന് പറയുന്ന മെട്രിക്സ് ഓൾറെഡി നമുക്കറിയാം എന്താണെന്ന്. 3 റേസ് ടു k മൈനസ് 1, 3 റേസ് ടു k മൈനസ് 1, 3 റേസ് ടു k മൈനസ് 1. അതുപോലെ തന്നെ എല്ലാ എലമെൻറ്റും 3 റേസ് ടു k മൈനസ് 1, 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 3 റേസ് ടു k മൈനസ് 1. എല്ലാ എലമെൻറ്റ്സും അങ്ങനെ തന്നെ എഴുതുക. ഇൻറ്റു a എന്ന് പറയുമ്പോൾ എന്താണ്? 1 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 1. ഇതാണ്. ഇതെന്താണ്? ഇസ് ഈക്വൽ ടു 3 റേസ് ടു k സ്ഥലമില്ല അല്ലേ. അപ്പോൾ a റേസ് ടു k പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് നമ്മുടെ ആ ഒരു മെട്രിക്സ് ഞാൻ ഈ ഒരു ഭാഗം മായ്ച്ച് കളയണം. ഇപ്പോൾ നമ്മൾ ഒരു ഇതേ LHS ആണ് കൂട്ടിയാൽ മതി. നിങ്ങൾ ഇതിങ്ങനെ കിടക്കട്ടെ റൈറ്റ് ഹാൻഡ് സൈഡ്. അല്ലെങ്കിൽ a റേസ് ടു k പ്ലസ് 1 എന്നുള്ളത് ഇങ്ങനെയാണ് വരിക. 3 റേസ് ടു k പ്ലസ് 1 മൈനസ് 1. അപ്പോൾ എന്താവും? ഈ 1 1 ക്യാൻസൽ. അപ്പോൾ 3 റേസ് ടു k എന്ന് വരും.
അടുത്ത എലമെൻറ്റും 3k വരും, 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 എല്ലാം 3k എന്ന് വരും. അപ്പോൾ എന്താണ്, ഇതാണ് നമ്മുടെ RHS വരുന്നത്. അതായത് a⁴k+1 എന്ന് പറയുന്ന ആ ഒരു തന്നിട്ടുള്ള മെട്രിക്സ് ഇതായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെ LHS ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് അല്ലെങ്കിൽ നമുക്ക് ഇതാണ് LHS. ഈ ഒരു പാർട്ട് ഇതിന് ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താ വരിക, അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്, കോളം ഇൻറ്റു ഫസ്റ്റ് റോ. അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ ഇതിനകത്ത് ഓരോ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കിടക്കുന്നത്, 3k/3. ഓരോ എലമെൻറ്റും ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിലിപ്പോൾ ഫസ്റ്റ് അതായത് 3k/3 ആണ്. പിന്നെന്താണ്, അപ്പോൾ 3k -1 ഇൻറ്റു 1 പ്ലസ് 3k-1 ഇൻറ്റു 1. അപ്പോൾ എന്താണ് പ്ലസ് 3k/3 പ്ലസ് 3k/3. ഇതാണ് എന്ത് ഇതിലെ ഫസ്റ്റ് എലമെൻറ്റ് വരിക, a11 എന്ന് പറയുന്ന എലമെൻറ്റ്. ഇത് തന്നെ ആയിരിക്കും ഓരോ എലമെൻറ്റും വരുന്നത്. അപ്പോൾ ഇതിനെന്താണ് ഡിനോമിനേറ്റർ കോമൺ ആണ്. സോ നമുക്ക് എന്താണ് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി, 3 എന്ന് എഴുതുക. ഇനി എന്താണ്, അപ്പോൾ ന്യൂമറേറ്റർ നോക്കുക, അതും കോമൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, അത് 3 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ 3 പുറത്തേക്ക് എടുത്തിട്ട് ഒരെണ്ണം, അതായത് ഒരു തവണ എഴുതിയാൽ മതി. അപ്പോൾ എന്താണ്, നമുക്ക് 3യും 3യും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി, 3k. ഫസ്റ്റ് എലമെൻറ്റ് 3k എന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാം സിമിലർ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എഴുതാം. അതെല്ലാം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അടുത്ത എന്താണ് 3k, അടുത്തത് 3k, അടുത്തത് 3k, അടുത്തത് 3k. അപ്പോൾ നമ്മൾക്ക് എന്താണ് LHSഉം RHSഉം ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹെൻസ് ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ n which belongs to natural numbers. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, if a equal to 3 minus 4 1 minus 1 then prove that a raised to n is equal to 1 plus 2n minus 4n n 1 minus 2n for n is any positive integer. അപ്പോൾ എന്താണ് ഇവിടെ അതുപോലെ ഒരു a എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്, പിന്നെ ഒരു a⁴n എന്ന് പറയുന്ന ഒരു ജനറൽ മെട്രിക്സും തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, ഇത് ഏതൊരു പോസിറ്റീവ് n-നും തന്നിട്ടുള്ളത് ട്രൂ ആണെന്ന് നമ്മൾ കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതും ഇൻഡക്ഷൻ വെച്ച് തന്നെ പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഫസ്റ്റ് p of n = 1 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള a ഇവിടെ എഴുതി വെക്കണം. a is equal to 3 minus 4 1 minus 1. then a raised to n is equal to എന്തായിരുന്നു, 1 plus 2n minus 4n n 1 minus 2n. ഇതായിരുന്നു നമുക്ക് തന്നിട്ടുള്ള a raised to n എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ എന്താണ്, p of n equal to 1 implies a raised to 1 is equal to 1 plus 2n, അതായത് 2 into 1 minus 4 into 1 1 minus 2 into n എന്ന് പറയുമ്പോൾ 2 is equal to എന്താണ് 1 plus 2 3 വരും. 4 into 1 അതായത് minus 4 into 1 minus 4 എന്ന് വരും. ഇവിടെ എന്താണ് 1 മാത്രമേ ഉള്ളൂ. പിന്നെ 1 minus 2 into n 2 into 1 എന്താണ് 1 minus 2 ആവും. 1 minus 2 എന്താണ് -1 ആവും. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള a എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ എന്താണ് p of n = 1 ഇത് ട്രൂ ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണത്, അസ്യൂം ചെയ്യുക p of n = k ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് p of k എന്താണെന്ന് നോക്കുക. p of n = k is equal to a raised to k is equal to 1 plus 2n minus 4k 2n പകരം 2k, അതുപോലെ k then 1 minus 2k. ഇതാണ് നമ്മുടെ p of k എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, p of n is equal to k plus 1 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ p of k plus 1 എന്താവും, a raised to k plus 1 എന്ന് വരും. is equal to നമുക്ക് എങ്ങനെ എഴുതാം, a raised to k into 1 a എന്ന് എഴുതാം, which is equal to നമ്മുടെ a raised to k എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്, 1 plus 2k minus 4k k 1 minus 2k ആണ് ഇൻറ്റു a എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്, ഇതാണ്. അത് നമുക്കിവിടെ സ്ഥലം എഴുതി കൊടുക്കാൻ എന്താണ്, എന്താ ചെയ്യുക, ഇവിടെ തൽക്കാലം ഈ സൈഡ് മാച്ച് കളഞ്ഞിട്ട് ഇവിടെ എഴുതി കൊടുക്കും.
1 plus 2n minus 4n n 1 minus 2n into 3 minus 4 1 minus 1. ഇനി എന്താണ്? ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ LHS. ഇനി RHS നമുക്ക് എഴുതി നോക്കാം. a raised to k plus 1 is equal to എന്തെന്ന് വരും എന്ന് നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇതൊരു വേണ്ട, ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിങ്ങനെ ജസ്റ്റ് എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഇത് a raised to k plus 1 ആവുമോ എന്ന് നോക്കിയാലും മതി. എന്താണ് a raised to k plus 1 is equal to എന്തെന്ന് എഴുതാം? 1 plus 2k plus 1 minus 4 into k plus 1 then k plus 1 പിന്നെന്താണ് 1 minus 2 into k plus 1. ഇതാണ് നമ്മുടെ ആര് a raised to k plus 1 എന്ന് പറയുന്ന മാട്രിക്സ്. എന്താണ് 1 plus 2k plus 1 minus 4k plus 1 k plus 1 1 minus 2 into k plus 1. ഇനി എന്താണ്? ഇതാണ് നമ്മുടെ RHS. ഇത് LHS പാർട്ടിലേക്ക് എടുക്കുന്ന സാധനം. ഇതെന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ ഇനി വെരിഫൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കെന്ത് ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് നമുക്ക് അവിടെ ചെയ്ത് നോക്കാം, സ്ഥലമില്ല. നമുക്ക് എന്താണ് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എന്താണ് a raised to k into a ആണ് is equal to എന്തായിരുന്നു? a raised to k എന്തായിരുന്നു? 1 plus 2k minus 4k then k 1 minus 2k. then നമ്മുടെ a എന്താണ്? 3 minus 4 1 minus 1 ആണ്. then മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 3 into 1 plus 2k minus എന്താണ് 4k then minus 4k തന്നെ. അടുത്തത് എന്താണ്? 3k into പ്ലസ് 1 minus 2k. അടുത്തത് എന്താണ്? minus 4k minus 1 minus 2k then അടുത്തത് എന്താ? നമ്മുടെ എലമെൻറ്റ് മാറിപ്പോയിട്ടുണ്ട്. minus 4k into plus minus of 1 minus 2k then ഇവിടെ ഏതെന്താണ്? minus 4 into 1 plus 2k then plus എന്താണ്? 4k ആണ്. ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഇവിടെ എന്താ വരിക? നമ്മുടെ 3 plus 6k minus 4k പിന്നെന്താണ് വരിക? 3k minus 2k എന്ന് പറയുമ്പോൾ എന്താ വരിക? k plus 1 എന്ന് വരും. ഇനി ഇവിടെ എന്താ വരിക? നമുക്ക് സൈഡിൽ ചെയ്ത് നോക്കാം. minus 4 minus 8k plus 4k. അപ്പോൾ എന്താ വരിക? ഇതും ക്യാൻസൽ ചെയ്താൽ -4 -4k -4 പുറത്തെടുത്താൽ k plus 1 എന്ന് വരും. അപ്പോൾ നമുക്കത് ഇവിടെ എഴുതി കൊടുക്കാം. -4 into k plus 1. അടുത്തത് ഇത് എന്താണ്? -4 -1 plus 2k. അപ്പോൾ എന്താ വരിക? ഇവിടെ 4k ആണ്. അപ്പോൾ 2k minus 4k എന്ത് വരും? -2k വരും. അപ്പോൾ ഈ -1 ഫ്രണ്ടിലുണ്ട്. അപ്പോൾ നമുക്കെന്താണ്?
ഇവിടെ ഒരു 2 ആഡ് ചെയ്ത് കൊടുത്താലോ, ഒരു 2 ആഡ് ചെയ്യാം, ഒരു 2 സബ്സ്ട്രാക്ട് ചെയ്യാം. ഇവിടെ 2 ഇട്ട് കൊടുത്തു, -2 ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ 2 - 1 എന്ത് വരും, 1 വരും. -2 k - 2. അപ്പോൾ എന്ത് ചെയ്യാൻ മതി, ഈ 2 പുറത്തെടുക്കാം. അതായത് -2 പുറത്തെടുത്താൽ k + 1 എന്ന് വരും. അപ്പോൾ എന്തായി നമ്മുടെ ഈ ഒരു എലമെൻറ്റ് 1 - 2 k + 1 എന്നായി. അപ്പോൾ നമുക്ക് എന്താണ് ഇത് ഈ ഒരു എലമെൻറ്റാണ് നോക്കേണ്ടത്. ബാക്കി എല്ലാ എലമെൻറ്റ്സും നമുക്ക് k + 1 പോലെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താണ് 6k - 4k ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്താ ചെയ്യേണ്ടത്, അപ്പോൾ 3 + എന്താ വരിക, 3 + 2k എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നിന്നൊരു 1 പുറത്തെടുക്കുക. 1 + 2 + 2k എന്ന് എഴുതുക. 2 പുറത്തെടുത്താൽ k + 1 എന്ന് കിട്ടും. 1 + 2k 2 × k + 1 എന്ന് വരും. അപ്പോൾ നമ്മുടെ മെട്രിക്സ് എന്തായി, 1 + 2k + 1 -4 × k + 1 k + 1 1 - 2 × k + 1 അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് നമുക്ക് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ പഠിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താണ് ഇൻഡക്ഷനും കൂടി ഉണ്ടെങ്കിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത്, ഇഫ് A and B are symmetric matrices, prove that A × B - B × A is a skew symmetric matrix. എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്, ഇഫ് എ ആൻഡ് ബി എന്ന് പറയുന്ന 2 മെട്രിക്സസ് ഉണ്ട്. അതെന്താണ്, അവർ രണ്ടും സിമെട്രിക് ആണെങ്കിൽ AB × അതായത് A × B - B × A ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക്, ദെൻ തന്നിട്ടുള്ള ഒരു കണ്ടീഷൻ ഏത്, A × B - B × A ഈസ് എ സ്ക്യൂ സിമെട്രിക് ആണെന്ന് കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് അസ്യൂം ചെയ്യാം, A ആൻഡ് B ആർ സിമെട്രിക് മെട്രിക്സസ്. അപ്പോൾ നമുക്ക് എഴുതാം, ലെറ്റ് A and B are symmetric, then A is equal to A transpose. സിമെട്രിക് ആണെങ്കിൽ A എന്തായിരിക്കും, A transpose ആയിരിക്കും. B is equal to B transpose ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ എന്താണ് ആ തന്നിട്ടുള്ള ഒരു മെട്രിക്സ്, അതായത് A × B - B × A ഉണ്ടല്ലോ, അതിനെ ഞാനൊരു K എന്ന് വിളിക്കുകയാണ്. K is equal to AB - BA എന്ന് ഞാൻ വിളിക്കുകയാണ്. ജസ്റ്റ് എന്താണ് നമ്മളൊരു പേര് കൊടുത്ത് ഒരു ഇതെന്തായാലും ഇതിപ്പോൾ A × B എന്ന് പറഞ്ഞൊരു മെട്രിക്സ് കിട്ടും, പിന്നെ B × എന്ന് പറഞ്ഞൊരു മെട്രിക്സ് കിട്ടും. അപ്പോൾ അവരുടെ എന്താണ് പറയുക, ഡിഫറൻസ് എന്ന് പറഞ്ഞാലും നമുക്കൊരു മെട്രിക്സ് ആയിരിക്കും, സെയിം ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്താണ് അതിനെ ഒരു പേര് കൊടുത്തു, K എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. എന്നിട്ട് തന്നിട്ടുള്ള കണ്ടീഷൻ A × B - B × A ആണ് എന്ത്, K എന്ന് പറയുന്നത്. അതിനെ ഞാൻ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഈ വാല്യൂസ്. A എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ് ആണ്, B എന്ന് പറഞ്ഞാൽ B ട്രാൻസ്പോസ് ആണ്, മൈനസ് ഇവിടെ B എന്ന് പറഞ്ഞാൽ B ട്രാൻസ്പോസ് ആണ്, A എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ് ആണ്. അപ്പോൾ നമുക്കെന്താണ് ഇനി ഈ A ട്രാൻസ്പോസ് × B ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, BA ദ ഹോൾ ട്രാൻസ്പോസ് ആണ്, മൈനസ് ഇവിടെ അതുപോലെ തന്നെ B ട്രാൻസ്പോസ് × A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, AB ദ ഹോൾ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ത്, BA ദ ഹോൾ ട്രാൻസ്പോസ് - AB ദ ഹോൾ ട്രാൻസ്പോസ്. ഇനി നമുക്കെന്താണ് ഇത് ഈ മൈനസിനെ പുറത്തെടുക്കുക. മൈനസിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് വരും, AB ട്രാൻസ്പോസ് - BA ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് വരും. ഇനി നമുക്കെന്താണ് ഈ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് AB - BA ദ ഹോൾ റേസ് ടു ട്രാൻസ്പോസ്, ഇങ്ങനെ എഴുതി കൊടുക്കാം. ഇപ്പം എന്തായിട്ടുണ്ട്, ഇതാണ് നമ്മുടെ ആര് K ട്രാൻസ്പോസ് - K ട്രാൻസ്പോസ് എന്നാണ് ഇത്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്, മൈനസ് ഓഫ് K ട്രാൻസ്പോസ് ആണ്. അപ്പോൾ K ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് K ട്രാൻസ്പോസ് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ K ഈക്വൽ ടു മൈനസ് ഓഫ് K ട്രാൻസ്പോസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, K ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അടുത്തത്, ഷോ ദാറ്റ് ദ മെട്രിക്സ് B ട്രാൻസ്പോസ് × A × B ഈസ് സിമെട്രിക് ഓർ സ്ക്യൂ സിമെട്രിക് അക്കോർഡിംഗ് ടു A ഈസ് സിമെട്രിക് ഓർ സ്ക്യൂ സിമെട്രിക്. അപ്പോൾ ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, എന്താണ് പ്രോഡക്റ്റ് ഓഫ് 3 മെട്രിക്സസ് ആണ്, അതായത് B ട്രാൻസ്പോസ് × A × B ആണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഈ ഒരു എന്താണ് ഈ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു 3 മെട്രിക്സിൻ്റെയും പ്രോഡക്റ്റ് സിമെട്രിക് അല്ലെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആയി മാറും. എപ്പോൾ
എ സിമെട്രിക് ആണെങ്കിൽ അതുപോലെ തന്നെ എ സ്ക്യൂ സിമെട്രിക് ആകുമ്പോൾ അത് നമ്മൾ കാണിക്കണം. കാണിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് തന്നിട്ടുള്ള സാധനത്തിന് നമുക്ക് വേറൊരു പേര് കൊടുക്കാം. കെ ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു ബി. അപ്പോൾ എന്താണ് ലെറ്റ് എ ഈസ് ഈക്വൽ എ എന്താണ് എ സിമെട്രിക് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ എന്ത് വരും? എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് എന്ന് വരും. അതെന്താണ്? അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ എന്ത് വരും? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ആണ്. ഇനി എന്താണ് ഇതിനെ നമുക്കെന്താ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണല്ലോ. സോ നമുക്കെന്താണ് ഇതൊറ്റ മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അതുപോലെ തന്നെ ഇതൊരൊറ്റ മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് എഴുതി കൊടുക്കാം. ഈ സാധനം എന്താണ്? നമ്മുടെ കെ ആണ്. ഇസ് ഈക്വൽ ടു കെ ട്രാൻസ്പോസ്. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? കെ ഈസ് ഈക്വൽ ടു കെ ട്രാൻസ്പോസ് എന്ന് കിട്ടി. അപ്പോൾ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണെങ്കിൽ കെ ഈസ് ഈക്വൽ ടു കെ ട്രാൻസ്പോസ് ആണ്. അങ്ങനെ നമുക്ക് കിട്ടി. ഇത് നമുക്കെന്താണ്? സ്ക്യൂ സിമെട്രിക് ആണെന്ന് അസ്യൂം ചെയ്യാം എ. അപ്പോൾ ലെറ്റ് എ ഈസ് എ സ്ക്യൂ സിമെട്രിക്, then A is equal to minus of A transpose. അപ്പോൾ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബി എന്താണ്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്, ഫ്രണ്ടിലൊരു മൈനസ് ഇടുക, ഇൻറ്റു ബി. അഗെയിൻ ഇവിടെ എന്താണ്? മൈനസ്. നമുക്ക് പുറത്ത് നിർത്താം. ഇതിപ്പോൾ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് ഈ ഒരു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഈ ഒരു പീസിനെയും നമുക്ക് വെച്ച് ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്ത് നോക്കാം. മൈനസ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എന്താണ്? എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, എ ട്രാൻസ്പോസ് ഇൻറ്റു ബീനെ നമുക്ക് എങ്ങനെ എഴുതാം? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് എഴുതാം. ഇപ്പോൾ എന്താ എടുക്കുന്നത്? അഗെയിൻ ഇതിനെ നമ്മളെന്താണ് ഒറ്റ മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ബി ട്രാൻസ്പോസ്, അതുപോലെ തന്നെ ഇതിനൊരു പേര് കൊടുക്കുക. ഇതിനൊരു എം ട്രാൻസ്പോസ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? മൈനസ് നമ്മൾ പുറത്ത് തന്നെ ഇടുക. ഇതിനെ ഇങ്ങനെ എഴുതാം നമുക്ക് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻറ്റു ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു ഇതെന്താ? ഇത് കെ ആണ്. ഇവിടെ ട്രാൻസ്പോസ് ഉണ്ട്, പിന്നെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കെ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കെ ട്രാൻസ്പോസ് എന്ന് കിട്ടി. അപ്പോൾ കെ ഈക്വൽ ടു മൈനസ് ഓഫ് കെ ട്രാൻസ്പോസ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്? കെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് എ സ്ക്യൂ സിമെട്രിക് ആയപ്പോൾ കെ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആയി, എ സിമെട്രിക് ആയപ്പോൾ കെ ട്രാൻസ്പോസും ആയി. നമ്മളോട് ഇതെല്ലാം അവർ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണിച്ചു കൊടുത്തില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Find the values of x, y, z if the matrix A is equal to ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്. സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ എ ഡാഷ് അല്ല ട്രാൻസ്പോസ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ. അപ്പോൾ എന്താ പറയുന്നത്? ഈ തന്നിട്ടുള്ള മെട്രിക്സ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് വൈ സെഡിൻ്റെ വാല്യൂസ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എ തന്നിട്ടുണ്ട്. എ എന്താണ്? 0 2y z x x y minus z minus y z. ഇനി എന്താണ്? ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എന്താണ്? 0 2y z x മൈനസ് അല്ല x ദെൻ എന്താണ്? 2y y മൈനസ് y z മൈനസ് z. അപ്പോൾ എന്താണ്? ഇനി എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇസ് ഈക്വൽ ടു നോക്കാം എന്താ വരികയെന്ന്. 0 x 2y y മൈനസ് y x അല്ല
z മൈനസ് z z ഇൻറ്റു ആരെ വരിക ഇവിടെ 0 2 ഇതാണ് എ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി എഴുതണതാണ് എക്സ്. ഇവിടെ എക്സ്, ഇവിടെ വൈ, ഇവിടെ മൈനസ് വൈ, ഇവിടെ മൈനസ് z, ഇവിടെ z. ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ത് വരും നോക്കാം. നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? ഫസ്റ്റ് കോളം ഇൻറ്റു ഫസ്റ്റ് റോ. അപ്പോൾ 0 ഇൻറ്റു 0 0, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 2x സ്ക്വയർ. ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് എന്താ വരിക? 0 ഇൻറ്റു 2y 0 വരും, എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എന്ന് വരും, എക്സ് ഇൻറ്റു മൈനസ് വൈ മൈനസ് എക്സ് വൈ എന്ന് വരും, അപ്പോൾ 0 എന്ന് വരും. അടുത്തത് 0 ഇൻറ്റു z എന്താണ്? 0 എന്ന് വരും. എക്സ് ഇൻറ്റു മൈനസ് z എന്താണ് വരിക? മൈനസ് zx. ദെൻ എക്സ് ഇൻറ്റു z എന്ത് വരും? zx എന്ന് വരും. അപ്പോൾ എന്ത് വരിക? മൈനസ് zx പ്ലസ് zx ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇവിടെ 0 ആയി. ഇനി അടുത്ത എലമെൻറ്റ് ആരാണ്? 2y ഇൻറ്റു 0 0 വരും, y ഇൻറ്റു എക്സ് എന്ത് വരും? yx എന്ന് വരും, മൈനസ് y ഇൻറ്റു എക്സ് എന്ത് വരും? മൈനസ് yx എന്ന് വരും. അപ്പോൾ yx മൈനസ് yx എന്ത് വരും? 0 എന്ന് വരും. അടുത്ത എന്താണ്? z ഇൻറ്റു 0 0 എന്ന് വരും, മൈനസ് z ഇൻറ്റു എക്സ് എന്താണ്? മൈനസ് zx. z ഇൻറ്റു എക്സ് എന്താണ്? zx. അപ്പോൾ എന്ത് വരും? 0 എന്ന് വരും. അടുത്തത് ആരാണ്? ഇതാ 2y ഇൻറ്റു 2y എന്ത് വരും? 2y ഇൻറ്റു 2y 4y സ്ക്വയർ വരും. ദെൻ y ഇൻറ്റു y എന്ത് വരും? y സ്ക്വയർ എന്ന് വരും, മൈനസ് y ഇൻറ്റു y എന്ത് വരും? അതും y സ്ക്വയർ എന്ന് വരും. അപ്പോൾ 4y സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ എന്ത് വരും? 6y സ്ക്വയർ എന്ന് വരും. അടുത്തത് എന്താണ്? ഇവിടെ z സ്ക്വയർ മൈനസ് പ്ലസ് z സ്ക്വയർ പ്ലസ് z സ്ക്വയർ, അപ്പോൾ 3z സ്ക്വയർ എന്ന് വരും. ഇനി എന്താണ്? z ഇൻറ്റു 2y എന്താണ്? 2yz. അടുത്ത് എന്താണ്? മൈനസ് yz. അടുത്ത് അഗെയിൻ എന്താണ് വരിക? മൈനസ് yz. അപ്പോൾ 2yz മൈനസ് yz മൈനസ് yz. അപ്പോൾ എന്ത് വരും? 0 എന്ന് വരും. അടുത്തത് z ഇൻറ്റു z എന്ത് വരും? z സ്ക്വയർ മൈനസ് z ഇൻറ്റു z എന്ത് വരും? നമ്മൾ ചെയ്തതിൽ തെറ്റുണ്ട്. ഈ റോ കൊണ്ട് ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ കോളം വെച്ച് ഈ റോനെ കൊണ്ട് ഈ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അവിടെ അല്ല എഴുതേണ്ടത്, പൊസിഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ z ഇൻറ്റു z എന്താണ്? z സ്ക്വയർ വരും, മൈനസ് z ഇൻറ്റു മൈനസ് z എന്താണ്? z സ്ക്വയർ, z ഇൻറ്റു z സ്ക്വയർ z സ്ക്വയർ. അപ്പോൾ എന്താ വരിക? 3z സ്ക്വയർ. അത് ഇവിടെയാണ് വേണ്ടത്. ഇതെന്താണ്? 2yz മൈനസ് yz ദെൻ മൈനസ് yz. അപ്പോൾ 2yz മൈനസ് 2yz എന്ത് വരും? 0 എന്ന് വരും. അപ്പോൾ ഇതെന്താണ് ഈ തന്നിട്ടുള്ളത്? ഇത് എയുടെ അതായത് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ആണ് നമുക്ക് ഈ കിട്ടിയിട്ടുള്ള മെട്രിക്സ്. ഇത് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സും വൈയും സെഡും എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കെന്താണ്? 1 ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ആരാണ്? 1/√2. അടുത്തത് 6y സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ്. സോ y സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/6 ആണ്. ദെൻ y ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√6 ആണ്. അടുത്തത് 3z സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ്. z സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/3 ആണ്. z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√3 ആണ്. ഇനി എന്താണ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ഫോർ വാട്ട് വാല്യൂസ് x1 to 1 ഒരു കോളം മെട്രിക്സ് തന്നിട്ടുണ്ട് ഇൻറ്റു ഒരു സ്ക്വയർ മെട്രിക്സ് ഒരു m/n മെട്രിക്സ് തന്നിട്ടുണ്ട് ഇൻറ്റു ഒരു റോ മെട്രിക്സ് തന്നിട്ടുണ്ട് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സിൻ്റെ ഏത് വാല്യൂവിനാണ് ഈ മൂന്ന് മെട്രിക്സിൻ്റെയും പ്രോഡക്റ്റ്
0 ആവുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സിൻ്റെ വില കണ്ടുപിടിക്കുക വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് 1 2 1 ഒരു മാട്രിക്സ് ആണ്. അടുത്തത് 1 2 0 2 0 1 1 0 2 ഇൻറ്റു 0 2 എക്സ്. അപ്പം ഇത് ഈക്വൽ ടു 0 ആക്കണം. ഇത് 0 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ നമുക്ക് എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കുന്നത് എന്താണ് ഒരു കോളം മെട്രിക്സ് ആണ്, ഇതൊരു m/n മെട്രിക്സ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇതിപ്പോൾ ഒരു 3/1 ആണ്, ഇതൊരു 3/3 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് എന്താണ്, എന്നിട്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതിപ്പോൾ എത്രയാണ് 3/3യും ഇതെന്താണ് ഇതൊരു 3/1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എങ്ങനെയായിരിക്കും 3/1 മെട്രിക്സ് കിട്ടും. സോ നമുക്ക് എന്താണ് ആദ്യം ഇവരെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇങ്ങനെ ചെയ്താൽ ആദ്യം 0, അടുത്ത് ഈ എലമെൻ്റ് എന്താണ് 4 പ്ലസ് 0 ഇൻറ്റു എക്സ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് എലമെൻറ്റ് നമുക്ക് 4 എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്തത് 0 0 എക്സ്, അടുത്തത് 0 0 2x. അപ്പോൾ നമുക്ക് എന്താണ് ആ രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. എന്താണ് ഒരു റോ മെട്രിക്സ് ഒരു കോളം മെട്രിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4x 2x ഈക്വൽ ടു 0 ആവണം. ഇനി ഇതിനെ ചെയ്യുമ്പോൾ എന്ത് വരും? 4 പ്ലസ് 2x പ്ലസ് 2x ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ 4 പ്ലസ് 4x ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ഈ ഒരു എലമെൻ്റാണ് എന്ത് 0 ആയി മാറിയിട്ടുള്ളത്. അപ്പോൾ 4 ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 4 മൈനസ് 4x എന്ന് എഴുതാം. 4 4 ക്യാൻസൽ ചെയ്താൽ x ഇസ് ഈക്വൽ ടു -1 എന്ന് നമുക്ക് കിട്ടും. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ. ഇഫ് a is equal to 3 1 minus 1 2 show that a square minus 5a plus 7a is equal to 0. ജസ്റ്റ് എന്താണോ ഒന്ന് ഇതെന്താണെന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തന്നിട്ടുള്ള a എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ് 3 1 -1 2 ആണ്. a ഈക്വൽ ടു എന്ന് എഴുതി കൊടുക്കുക. പിന്നെ എന്താണ് നമുക്ക് കാണിക്കേണ്ടത്? a സ്ക്വയർ ഈ -5a പ്ലസ് 7i ഈക്വൽ ടു 0 എന്നാണ്. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണ്? നമുക്ക് i നമുക്കറിയാം, a നമുക്കറിയാം, a സ്ക്വയർ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എന്താവും? -a സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ 7i മൈനസ് 5a. ഇങ്ങനെ വേണ്ട, ജസ്റ്റ് എന്താണ് തിരിച്ചെടുത്താൽ മതി. a സ്ക്വയർ ഈസ് ഈക്വൽ ടു 7i മൈനസ് അല്ല 5a മൈനസ് 7i ആണെന്ന് കാണിച്ചാൽ മതി. 5a മൈനസ് 7i ആണെന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ഇതാദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ 5 ഇതാകുമ്പോൾ എന്താ വരും? 5 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എന്താ വരും? 15 5 മൈനസ് 5 ദെൻ 10 എന്ന് വരും. മൈനസ് 7 ഇൻറ്റു i എന്ന് പറയുമ്പോൾ എന്താ വരിക? 7 0 0 7 എന്ന് വരും. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 15 മൈനസ് 7 8 എന്ന് വരും. 5 പ്ലസ് 0 അല്ലെങ്കിൽ 5 മൈനസ് 0 5 എന്ന് വരും. ഇനി ഇതെന്ത് വരും? മൈനസ് 5 എന്ന് വരും. 10 മൈനസ് 7 3 എന്ന് വരും. അപ്പോൾ ഇതാവണം എയുടെ സ്ക്വയർ. ഇനി നമുക്ക് ആ എ സ്ക്വയർ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇവിടെ എന്താ വരിക? 9 മൈനസ് 1 പിന്നെ 3 പ്ലസ് 2 ഇവിടെ -3 മൈനസ് 2 പിന്നെ -1 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 8 5 മൈനസ് 5 3. നമുക്ക് കിട്ടിയത് a സ്ക്വയർ കിട്ടിയത് എന്താണ്? 5a മൈനസ് 7i ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് ഫൈൻഡ് എക്സ് ഈഫ്. നേരത്തെ തന്ന പോലെ തന്നെ തന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ രണ്ട് മെട്രിക്സിലും എക്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? എക്സ് കണ്ടുപിടിക്കണം.
അപ്പോൾ ഒരു കോളം മാട്രിക്സ് വന്നിട്ട് എക്സ് -5 -1. ദെൻ ഒരു 3x3 മാട്രിക്സ് വന്നിട്ട് 1 0 2 0 2 1 2 0 3 ഇൻറ്റു ഒരു റോ മാട്രിക്സ് വന്നിട്ടുണ്ട്. അല്ല, ഇതൊരു റോ മാട്രിക്സ് ആയിരുന്നു, ഇനി ഒരു കോളം മാട്രിക്സ് ആണ് കിടക്കുന്നത്. സോറി, പറഞ്ഞപ്പോൾ തെറ്റിയതാണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇത് അതിന് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മാട്രിക്സിൻ്റെ സൈസ് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കൊരു 3/1 അങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ വരിക? എക്സ്, ഇവിടെ 0 2, എന്ത് വരും? എക്സ് +2 വരും. പിന്നെ ഇവിടെ 0, ഇതാരാണ്? 8 + 1, അപ്പോൾ 9. ഇവിടെ 2x 0 3, അപ്പോൾ 2x + 3 എന്ന് വന്നു. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്? x + 2 9, 2x + 3. അപ്പോൾ എന്താ വരിക? x² + 2x -5 × 9, that is 45. Then -2x - 3. Then ഇനി എന്താണ്? =0 എന്നാണ്. അപ്പോൾ ഇവിടെ x² ഉണ്ട്. 2x - 2x ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 45 - 3 എന്താ വരിക? അതായത് -45 - 3 കൂടി ആയാൽ -48 എന്ന് വരും. അപ്പോൾ x² = 48 എന്ന് കിട്ടി. ദെൻ x എന്ത് വരും? ±√48 എന്ന് വരും. അപ്പോൾ ഈ 48 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ആരെന്നെ പുറത്തെടുക്കുക? 4നെ വേണമെങ്കിൽ പുറത്തെടുക്കുക അല്ലേ? നമുക്ക് എന്താണ്? ഒരു 16 പുറത്തെടുക്കാം. അപ്പോൾ 16√3 ±16√3 ആണ് ആൻസർ വരുന്നത്. സോറി, 16 പുറത്തേക്ക് എടുത്താലേ 4 വരിക. അപ്പോൾ ഇതിനകത്ത് ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു വീഡിയോ വെച്ച് അവസാനിപ്പിക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടാൽ അവർക്കും നന്ദി.